നടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന എക്സസൈസ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് ബാക്കിൽ വരുന്ന മസിൽസിന് നല്ല സ്ട്രെച്ചും അത് റിലീസ് ചെയ്യാനും സഹായിക്കും. ഈ എക്സസൈസിന്റെ പേര് നീ ടു ചെസ്റ്റ് എന്നാണ്. യോഗയിൽ ഇതിനെ പവനമുക്താസനം എന്ന് പറയും. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ മലർന്നു കിടന്നതിന് ശേഷം ബെഡിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ യോഗ മാറ്റ് വിരിച്ചോ നമ്മൾ കാല് മുട്ട് മടക്കി നമ്മളുടെ ചെസ്റ്റിലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മുട്ടിനെ നമ്മുടെ ചെസ്റ്റിലേക്ക് അടുപ്പിക്കും തോറും നമ്മളുടെ ഈ ഭാഗത്തുള്ള പേശികളിൽ സ്ട്രെച്ച് വരാണ്, അതായത് ബാക്കിന്റെ അടിയിലുള്ള പേശികളിൽ സ്ട്രെച്ച് വരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരു 10-15 സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 5 മുതൽ 10 പ്രാവശ്യം ശ്വാസം വലിച്ചു വിടുന്നതിൽ നമ്മൾ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഈ കാല് വിട്ടതിന് ശേഷം നമ്മൾ അടുത്ത കാലും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ രണ്ട് സൈഡും മാറി മാറി ഒരു 3 പ്രാവശ്യം ചെയ്യാം. ഇതിന്റെ നെക്സ്റ്റ് ലെവലായിട്ട് 2 മുട്ടും നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക. ഇത് നല്ലപോലെ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബാക്കിലുള്ള മസിൽസിന് നല്ലപോലെ സ്ട്രെച്ച് കിട്ടുകയും രാത്രി കിടന്നുറങ്ങിയുണ്ടാവുന്ന സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ കൈയിന് സ്ട്രെയിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് ഇന്റർലോക്ക് ചെയ്ത് പിടിച്ചാലും മതി. നമ്മുടെ ഉദ്ദേശം ഈ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ട് നമ്മളൊരു 10-15 പ്രാവശ്യം ശ്വാസം അകത്തേക്കും പുറത്തേക്കും സാവധാനം വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിലത്തെ പേശികൾ നല്ലപോലെ സ്ട്രെച്ച് ആവുകയും റിലാക്സ് ആവുകയും ചെയ്യും. ഈ എക്സസൈസ് നാളെ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ പേശികളിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യൂ. നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. അതുപോലെ ബാക്ക് പെയിൻ സീരീസിന്റെ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.